Adams, Moulton, Predator, and the character method. അല്ലെങ്കിൽ ഓർ ആഡംസ് ബാഷ്ഫോർത്ത് മെത്തേഡ് എന്നും പറയും. ഓർ ആഡംസ് ബാഷ്ഫോർത്ത് മെത്തേഡ്. പ്രെഡിക്റ്റർ കറക്റ്റർ എന്ന് പറഞ്ഞാല് നമ്മള് ഈ റൂളർ ഫോർമുലേൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് ഇതാണ്. റൂളർ ഫോർമുലേൻ്റെ അകത്ത് yn പ്ലസ് 1 ഈക്വൽ ടു yn പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് എക്സ് ആൻഡ് വൈ എന്നല്ലേ. അവിടെ ഇത് റൂളർ ഫോർമുലയാണ്. ഇംപ്രൂവ്ഡ് റൂളർ ഫോർമുലേൻ്റെ അകത്ത് yn പ്ലസ് 1 ഈക്വൽ ടു yn പ്ലസ് h ബൈ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ പ്ലസ് എഫ് ഓഫ് എക്സ് എൻ പ്ലസ് 1 വൈ എൻ പ്ലസ് 1 സ്റ്റാർ ഇല്ലേ. അതിനകത്ത് ഈ വൈ എൻ പ്ലസ് 1 സ്റ്റാർ എന്ന് പറയുന്നത് റൂളർ മെത്തേഡ് തന്നെയല്ലേ, വൈ എൻ പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ. അപ്പോൾ ഈ റൂളർ ഫോർമുലേന്റെ ആ ഫോം ഇംപ്രൂവ്ഡ് റൂളർ ഫോർമുലേന്റെ റൈറ്റ് സൈഡിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴാണ്, ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴാണ് ഇംപ്രൂവ്ഡ് റൂളർ ഫോർമുല കിട്ടുന്നത് അല്ലേ. അപ്പൊ അതിനാണ് ഈ പ്രെഡിക്റ്റർ എന്നും കറക്റ്റർ എന്നും പറയുന്നത്. ഈ റൂളർ ഫോർമുലേനെ പ്രെഡിക്റ്റർ എന്ന് പറയും, ഇതിനെ കറക്റ്റർ എന്ന് പറയും. അതായത് രണ്ട് കോൺസിക്യൂട്ടീവ് ടേം ആണെങ്കിൽ നമുക്ക് ഈ റൂളർ മെത്തേഡിനെക്കാളും കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നത് ഇംപ്രൂവ്ഡ് റൂളർ മെത്തേഡ് അല്ലേ. അതിനാണ് ഈ പ്രെഡിക്റ്ററും കറക്റ്ററും പറയുന്നത്. മനസ്സിലാക്കി വെച്ചാൽ മതി. ആഡംസ് മൗൾട്ടൺ മെത്തേഡ് ഓർ ആഡംസ് ബാഷ്ഫോർത്ത് മെത്തേഡിലെ ഫോർമുല ഇതാണ്. ഈ ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ മതി. പ്രെഡിക്റ്ററിന്റെ ഫോർമുല ഇതാണ്. ആഡംസ് ബാഷ്ഫോർത്ത് പ്രെഡിക്റ്റർ ഫോർമുല. പ്രെഡിക്റ്റർ ഫോർമുല ഇതാണ്. ഫോർമുല മാത്രം പഠിച്ചാൽ മതി. വൈ എൻ പ്ലസ് 1 ഓഫ് പി, പ്രെഡിക്റ്റർ എന്നുള്ള അർത്ഥത്തിലാണ് പി കൊടുക്കുന്നത്. വൈ എൻ പ്ലസ് 1 ഓഫ് പി ഈക്വൽ ടു വൈ എൻ പ്ലസ് എച്ച് ബൈ 24 ഇൻറ്റു 55. ഈ ഫോർമുലേന്റെ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. 55 വൈ എൻ ഡാഷ് മൈനസ് 59 വൈ എൻ മൈനസ് 1 ഡാഷ് പ്ലസ് 37 വൈ എൻ മൈനസ് 2 ഡാഷ് മൈനസ് 9 വൈ എൻ മൈനസ് 3 ഡാഷ്. This is the Adams-Bashforth predictor formula. ഇനി കറക്റ്റഡ് ഫോർമുല ഇതാണ്. വൈ എൻ പ്ലസ് 1 ഓഫ് സി, കറക്റ്ററിന്റെ സിമ്പിൾ ആണ് സി. വൈ എൻ പ്ലസ് എച്ച് ബൈ 24 ഇൻറ്റു 9 വൈ ഡാഷ് എൻ പ്ലസ് 1 മൈനസ് 19 വൈ എൻ ഡാഷ് മൈനസ് 5 വൈ എൻ മൈനസ് 1 ഡാഷ് പ്ലസ് വൈ ഡാഷ് ഓഫ് എൻ മൈനസ് 2. ഇതാണ് രണ്ട് ഫോർമുല. ഫസ്റ്റ് വൺ ഈസ് പ്രെഡിക്റ്റർ ആൻഡ് നെക്സ്റ്റ് ഈസ് കറക്റ്റഡ്.
ഫോർമുല പഠിച്ചു വെക്കണേ. yn പ്ലസ് 1 ഓഫ് p ഈക്വൽ ടു yn പ്ലസ് h/24 ഇൻറ്റു 50. ഈ കോഎഫിഷ്യന്റ് ശ്രദ്ധിച്ചാൽ മതി. 55, 59, 37, -9. പിന്നെ ഓരോന്ന് ഡിക്രീസ് ചെയ്ത് പോകുന്നതാണ്. yn ഡാഷ്, yn മൈനസ് 1 ഡാഷ്, yn മൈനസ് 2 ഡാഷ്, yn മൈനസ് 3 ഡാഷ്. ഓക്കെ, കറക്റ്റർ ഫോർമുലയിലും സെയിം ആണ്. yn പ്ലസ് h/24 ഇൻറ്റു 9, 90, -5, 1 കോഎഫിഷ്യന്റ്. അവിടെയും ഡിക്രീസ് ചെയ്ത് പോകുന്നതാണ്. yn പ്ലസ് 1 ഡാഷ്, yn ഡാഷ്, yn മൈനസ് 1 ഡാഷ്, yn മൈനസ് 2 ഡാഷ്. ഓക്കെ, ആ കോഎഫിഷ്യന്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ഫോർമുല. ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. പ്രോബ്ലം ഇതാണ്. യൂസിങ് ആഡംസ് ബാഷ്ഫോർത്ത് മെത്തേഡ് find y of 1.4 given y dash equal to x square into 1 plus y of 1 equal to 1, y of 1.1 equal to 1.233, y of 1.2 equal to 1.548, and y of 1.3 equal to 1.979. Using Adams-Bashforth method, find y of 1.4 given y dash equal to x square into 1 plus y of 1 equal to 1, y of 1.1 equal to 1.233, y of 1.2 equal to 1.548, and y of 1.3 equal to 9.79. Solution. നമ്മളോട് y of 1.4 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതായത് 1.4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ആഡംസ് ബാഷ്ഫോർത്ത് മെത്തേഡ് യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്യാനാണ്. ഫസ്റ്റ് തന്ന കാര്യങ്ങളൊക്കെ എഴുതുക. എക്സ് നോട്ട് ഈക്വൽ ടു ഗിവൺ എഫ് ഓഫ് എക്സ് വൈ ഓർ y dash equal to x square into 1 plus y, and x not equal to y of 1 equal to 1 means x not equal to 1, x1 equal to 1.1, x2 equal to 1.2, and x3 equal to 1.3. Corresponding y value, y not equal to 1, y1 equal to 1.233, y2 equal to 1.548, y3 equal to 1.979. നമുക്ക് y4 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സ് 1.4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ആണ് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഫസ്റ്റ് എഴുതുക ആഡംസ് ബാഷ്ഫോർത്ത് പ്രെഡിക്റ്റർ ഫോർമുല എഴുതുക. ആഡംസ് ബാഷ്ഫോർത്ത് predictor formula. Formula is this: y for p equal to np ആണ്. n is 4, y for p equal to y3 plus
h by 24 into 55 y3 dash minus 59 y2 dash plus 37 y1 dash minus 9 y0 dash. പ്രെഡിക്റ്റർ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ നമുക്ക് എന്ത് വേണം? y3 ഡാഷ് വേണം, y2 ഡാഷ് വേണം, y1 ഡാഷ് വേണം, y0 ഡാഷ് വേണം. നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് y ഡാഷ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വൈ. ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? y0 ഡാഷ്. y0 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് നോട്ട് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് y0 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് ഈസ് 1 square into 1 plus y0. y0 is 1 is 1 into 2 equal to 2. Next y1 dash. We want to find a y1 dash. y1 dash equal to x1 square into 1 plus y1 which is equal to x1 is 1.1 1.1 square into 1 plus y1 is 1.233 which is equal to the evaluate ചെയ്താല് 2.70193. സെയിം വേയില് y2 ഡാഷ് കണ്ടുപിടിക്കുക. y2 ഡാഷ് എന്ത് വരും? x2 square into 1 plus y2. x2 is this 1.2 square. 1.2 square into 1 plus y2 1.548 which is equal to the evaluate ചെയ്ത 3.66912 ആൻസർ കിട്ടും. അതുപോലെ y3 ഡാഷ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ച് ആ ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മതി. y3 ഡാഷ് ഈക്വൽ ടു എന്തായിരുന്നു? x3 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് y3 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു x3 ഈസ് 1.3 1.3 ഇൻറ്റു 1 പ്ലസ് 1.3 square into 1 plus y3. y3 is 1.979. ഇത് ഇവാലുവേറ്റ് ചെയ്താൽ y3 ഡാഷ് എന്ന് പറഞ്ഞാൽ 5.03451. ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തെന്ത് കണ്ടുപിടിക്കുക? y4p പ്രെഡിക്റ്റർ ആഡംസ് പ്രെഡിക്റ്റർ ഫോർമുല യൂസ് ചെയ്ത് y4p കണ്ടുപിടിക്കുക. y4p is ഒന്നുകൂടി ഫോർമുല എഴുതാം. y3 plus h by 24 into y55 y3 dash minus 59 y2 dash plus 37 y1 dash minus 9 y0 dash which is equal to y3 is 1.979 plus h 0.1 divided by 24 into 55 y3 dash is this 5.03451 minus 5 into y2 dash is 3.66912 3.
66912 minus 37 into y1 dash. Y1 dash is 2.7013. 2.70139 193 ആണ്. 193 minus 9 into y0 dash. Y0 dash is 2. Evaluating, we get y4p is 2.57222974. This is y4p. y4p കിട്ടിയാൽ നമുക്ക് y4p means y4 ആണ്. y4 കിട്ടിയാൽ നമുക്ക് y4p dash ചെയ്യാം. y4p dash equal to x4 square, അതായത് y dash equal to x square into 1 plus y ആണ്. അപ്പോൾ y4p dash is x4 square into 1 plus y4. y4 is this, x4 is 0.4 square into 1 plus y4 is 2.57222974. ഇത് ഇവാലുവേറ്റ് ചെയ്താൽ 7.0017029. ഇതാണ് നമ്മളെ ഈ y4p എന്ന് പറയുന്നതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന വാല്യൂ. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റൂളർ മെത്തേഡിലൊക്കെ ചെയ്താൽ 2 പോയിന്റ് ഇതാണ് പ്രെഡിക്റ്റ് ചെയ്യുന്ന വാല്യൂ. ഇനി ഇത് യൂസ് ചെയ്തിട്ട് കറക്റ്റഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. കറക്റ്റഡ് ഫോർമുല യൂസ് ചെയ്തിട്ട് കറക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കണം. ആഡംസ് corrector formula y of 4c equal to y3 plus formula ഇതാണ് h by 24 into 9 into y4 dash minus 19 into y3 dash minus 5 into y2 dash plus y1 dash. ഇവിടെ y3 4 dash സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനാണ് നമ്മൾ നേരത്തെ y4 p dash കണ്ടുപിടിച്ചത്. ഇനി ഈ വാല്യൂസ് ഒക്കെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് y4c അതായത് കറക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കും. What is the value of y3? y3 is 1.979. h is 0.1 divided by 24 into 9 into y4 dash is y4 dash is this 7.0017029. 7 plus 19 into 5.03451 minus 5 into y2 dash 3. y1 dash 2.70193.
കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഇത് ഇവാലുവേറ്റ് ചെയ്താൽ 2.57494732. That is, therefore, y of 04 equal to 2.574947. പ്രെഡിക്റ്റർ ഫോർമുല യൂസ് ചെയ്തിട്ടും y of 4 കണ്ടുപിടിക്കുന്നുണ്ട്. കറക്റ്റർ ഫോർമുല പ്രെഡിക്റ്റർ ഫോർമുല യൂസ് ചെയ്തിട്ട് 2.57229 ആണ്. ഇത് 2.57494 സംതിങ് ആണ്. ഇതുപോലെയാണ് ആഡംസ് മെത്തേഡിൽ കറക്റ്റഡ് ഫോർമുല യൂസ് ചെയ്തിട്ടും പ്രെഡിക്റ്റർ ഫോർമുല യൂസ് ചെയ്തിട്ടും വാല്യൂസ് y വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഒരു ഹോംവർക്ക് എഴുതിക്കോ. Using Adams-Bashforth method, determine y of 0.4 given the equation y dash equal to 0.5 xy, y of 0 equal to 1, y of 0.1 equal to 1.0025, 1 point ആണ്. 1 point y of 0.2 equal to 1.0101, y of 0.3 equal to 1.0228. അതിന്റെ ആൻസർ ഇതാണ്. y of 0.4 equal to 1.0408.